ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം രുചിച്ചറിയുവാൻ, കർത്താവിൻ്റെ ശക്തിക്ക് താഴെ നിൽക്കുന്നതിന്, കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുന്നതിന്, കർത്താവിൽ ആശ്രയിക്കുന്നതിന് അവിടുന്ന് നമ്മെ തന്നെ ക്ഷണിച്ച രാത്രിയാണ്. അവിടുന്ന് ഇന്ന് നമ്മുടെ ആവലാതികളും പരാതികളും വേദനകളും വിഷമങ്ങളും കേൾക്കുവാനും അത് സ്വീകരിക്കുവാനും അതിന്മേൽ പ്രവർത്തിക്കുവാനും കർത്താവ് ഈ രാത്രിയിൽ നമുക്ക് മുന്നിൽ ആയിരിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ സന്നിധിയിൽ ഇന്നോളം ഉള്ള നമ്മുടെ തെറ്റുകളെ, നാം ചെയ്തു പോയ അബദ്ധങ്ങളെ, നമുക്കുള്ള തെറ്റിദ്ധാരണകളെ എല്ലാം കർത്താവിന് സമർപ്പിക്കാം. ശത്രുക്കളുടെ മുൻപിൽ പതറിപ്പോയ അവസ്ഥയെ സമർപ്പിക്കാം. ആരും സഹായത്തിനില്ലാതെ നമുക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ, ഏറ്റവും വേദനിക്കപ്പെട്ട അവസ്ഥ, ആരും സഹായത്തിനില്ലാത്ത അവസ്ഥ ഈ രാത്രിയിൽ കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ തെറ്റായ വാക്കുകളും സംസാരവും കാരണം ഒത്തിരി നഷ്ടങ്ങളും അബദ്ധങ്ങളും ദൗർഭാഗ്യവും വന്ന ആ അവസ്ഥയെ സമർപ്പിക്കാം. പ്രത്യേകമായി സ്ഥലം വിൽപ്പനയ്ക്ക് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ സ്ഥലം കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവാണ് ഭൂമിയെയും അതിലെ സമസ്ത വസ്തുക്കളെയും ഉറപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സ്ഥലത്തെ, അതിന് ചുറ്റുവട്ടവും താമസിക്കുന്നവരെ, അയൽവാസികളെ, നിങ്ങൾ കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്ന സ്ഥലത്തെ സമർപ്പിക്കുക. അത് വാങ്ങാൻ തയ്യാറായ വ്യക്തിയെ സമർപ്പിക്കുക. നിങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് കർത്താവിന് സമർപ്പിക്കുക. ആ എഗ്രിമെൻറ്റിൽ നിന്നും മാറ്റം വരുത്തി മറ്റ് വ്യക്തികൾ അതിന്മേൽ ഇടപെടുന്ന ആ ദുരവസ്ഥയെ കർത്താവിന് സമർപ്പിക്കുക. സ്ഥലം കച്ചവടവുമായി ഉള്ള കലഹങ്ങളും വഴക്കുകളും വാക്ക് തർക്കങ്ങളും കർത്താവിന് സമർപ്പിക്കുക. രക്തച്ചൊരിച്ചിലുണ്ടാകുന്ന സാഹചര്യങ്ങളെ കർത്താവിന് സമർപ്പിക്കുക. പല മതവിഭാഗക്കാർ ഒരുമിച്ച് കൂടി ദൈവമക്കളെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയെ സമർപ്പിക്കുക. ഈ രാത്രിയിൽ കർത്താവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നിന്റെ ആവലാതികൾ കേൾക്കുന്നതിനു വേണ്ടി, നിന്റെ പ്രയാസങ്ങളെ നേരിട്ട് നിന്നിൽ നിന്നും അറിയുന്നതിനു വേണ്ടി കർത്താവ് നിനക്ക് വേണ്ടി കാതോർത്തു കാത്തിരിക്കുകയാണ്. ഈ രാത്രിയിൽ നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. നിന്റെ ഇപ്പോഴത്തെ ഹൃദയത്തിലുള്ള വേദനയും ഭയത്തെയും കർത്താവിന് സമർപ്പിക്കുക. ആരും നിനക്ക് വേണ്ടി നിൽക്കാനില്ലാത്തത് കാരണം നിന്റെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിലുള്ള ആ ഭയം ഈ രാത്രിയിൽ കർത്താവിന് പൂർണ്ണമായി സമർപ്പിക്കുക. ആരുമില്ലാത്തവർക്ക് ദൈവം തുണയാണ് എന്ന് വിശ്വസിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ നിനക്ക് വാങ്ങാനുള്ള സ്ഥലം, നിനക്ക് വിൽക്കാനുള്ള സ്ഥലം പൂർണ്ണമായി ഏൽപ്പിക്കുക. നീ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ, വീടിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ആ വീടിനും സ്ഥലത്തിനും ചുറ്റുമുള്ള അയൽവാസികളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നിന്റെ സമാധാനം കെടുത്തുന്ന വ്യക്തികളെ, സാഹചര്യങ്ങളെ, അനുഭവങ്ങളെ, ഓർമ്മകളെ എല്ലാം ഈ രാത്രിയിൽ കർത്താവിന് സമർപ്പിക്കുക. ഇന്ന് രാത്രിയിൽ കർത്താവ് നിനക്ക് മഹത്വം നൽകുന്നതിന് വേണ്ടി നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്റെ ഉദ്യമങ്ങളെയെല്ലാം വിജയിപ്പിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നീ പോകുന്ന സ്ഥലം അത് നിനക്കുള്ളതാണ്, ഞാൻ നിന്നെ അതിൽ ഉറപ്പിക്കും. അതിനാൽ ഇന്ന് രാത്രിയിൽ നിന്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളെയും, ഭൂമിയുമായി ബന്ധപ്പെട്ട, നിനക്ക് അവകാശപ്പെട്ട ഭൂമിയുമായി ബന്ധപ്പെട്ട അവസ്ഥകളെ സമർപ്പിക്കാം. നിന്റെ ഭൂമിയിൽ മേലുള്ള എല്ലാ വിവാദങ്ങളെയും തർക്കങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നിന്റെ ഭൂമിയുമായി ഇടപെട്ട തർക്കങ്ങളെയും അതിനുള്ള വ്യക്തികളെയും, അതിന് ആരെങ്കിലും മറ്റവകാശികളുണ്ടെങ്കിൽ അതും എല്ലാവരെയും ഈ രാത്രിയിൽ കർത്താവിന് സമർപ്പിക്കുക. നിന്റെ ഹൃദയത്തിൻ്റെ ഭാരവും വേദനയും വിഷമവും ഈ രാത്രിയിൽ കർത്താവ് എടുത്തു മാറ്റി അവിടുന്ന് നിനക്ക് വേണ്ടി പൊരുതും. അവിടുന്ന് നിനക്ക് വിജയം നൽകും. ഈ രാത്രിയിൽ വിശ്വാസത്തോടെ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ഒരു ലോകം മുഴുവൻ എനിക്കെതിരെ
പാളയമടിച്ചാലും, ഒരു സൈന്യം മുഴുവൻ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ കർത്താവിൻ്റെ കൂടെയുള്ളതിനാൽ കർത്താവിൻ്റെ സൈന്യങ്ങൾ മുഴുവൻ എനിക്ക് വേണ്ടി പൊരുതും. എൻ്റെ കർത്താവിൻ്റെ കൂടെയാണ് ഞാനുള്ളത്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പൊരുതും എന്ന വിശ്വാസത്തോടെ ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നിന്നെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കാൻ പോകുന്നു. മകനെ, മകളെ, നീ ഭയപ്പെടരുത്. നിന്റെ കൂടെ കർത്താവുണ്ട്. നീ ഒറ്റയ്ക്കല്ല. നിന്നെ സഹായിക്കാൻ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. ഈ രാത്രിയിൽ അവിടത്തേക്ക് നമുക്ക് ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വത്തിൻ്റെ രാജാവായ ദൈവമേ, സ്തുതികളിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശുവേ, അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇന്ന് ഞങ്ങൾ സമർപ്പിച്ച കാര്യങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി നീ ഏറ്റെടുത്ത് ഇന്ന് രാത്രിയിൽ തന്നെ നിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ വസ്തുവകകൾക്ക് വേണ്ടി ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല തർക്കങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, സകല തർക്കങ്ങളും വിവാദങ്ങളും കലഹങ്ങളും വിട്ടുപോകട്ടെ. കർത്താവ് നൽകിയ സ്ഥലം, കർത്താവ് നൽകിയ ഭവനം, അതിന്മേലുള്ള സകല തർക്കങ്ങളും വിവാദങ്ങളും ദുഷ്പ്രേരണകളും എല്ലാം യേശു നാമത്തിൽ വിട്ടുപോകട്ടെ. അഥവാ നീ ഏതെങ്കിലും അബദ്ധങ്ങൾ സംസാരിച്ചു എങ്കിൽ പോലും മറ്റ് പാർട്ടികളുമായി നിന്റെ വായിൽ നിന്ന് അബദ്ധങ്ങൾ സംസാരിച്ചു, നിനക്ക് പ്രതികൂലമായി നീ സംസാരിച്ചു എങ്കിലും ഇന്ന് രാത്രിയിൽ നീ ചെയ്ത എല്ലാ തെറ്റുകൾക്കും, നീ ചെയ്ത എല്ലാ അബദ്ധങ്ങൾക്കും അതിനെ പുനഃപരിശോധിച്ച് കർത്താവ് അതിൻ്റെ എല്ലാ കേടുപാടുകളും മാറ്റി നിനക്ക് വേണ്ടി അവിടുന്ന് വാദിച്ച്, സർവശക്തനായ ദൈവം നിന്റെ തെറ്റായ വാക്കുകളെ ശരിയാക്കാൻ അവിടുന്ന് പ്രാപ്തനാണ്. അതിനാൽ നിനക്ക് അബദ്ധം പറ്റി എങ്കിൽ പോലും ആ അബദ്ധം നീ കർത്താവിൽ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് നിന്റെ അബദ്ധങ്ങളെ, ദൗർഭാഗ്യങ്ങളെ എല്ലാം നിന്റെ വിജയത്തിനു വേണ്ടി മാറ്റി തീർക്കും. കർത്താവിനെ നീ സ്നേഹിക്കുന്നുണ്ടോ? ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് നീ കർത്താവിനെ സ്നേഹിച്ചാൽ കർത്താവിനെ സ്നേഹിക്കുന്നവർക്കുള്ള പ്രതിഫലം നിനക്ക് കിട്ടും. കർത്താവിനെ സ്നേഹിക്കുന്നവർക്കും അവൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന തിരുവചനം ഇന്ന് രാത്രിയിൽ നിന്നിൽ നിറവേറ്റാൻ പോകുന്നു. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ രാത്രിയിൽ നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുക, ആരാധിക്കുക, അവിടത്തേക്ക് സ്തോത്രം ചെയ്യുക, നന്ദി അർപ്പിക്കുക. നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രിയിൽ തന്നെ ഉണ്ടാകും. എല്ലാ പ്രതിസന്ധികളെയും കർത്താവ് ഈ രാത്രിയിൽ എടുത്തു മാറ്റുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്കെതിരെ, ഈ മക്കൾക്കെതിരെയുള്ള സകല ശത്രുക്കളുടെയും പദ്ധതികളെ ഇപ്പോൾ ഈ നിമിഷം തന്നെ നീ തകർത്ത് കളയണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ആവശ്യത്തിൻ്റെ മേൽ നീ ഇപ്പോൾ ഇടപെട്ട് ഇവർക്കെതിരെ പോരാടുന്ന ശത്രുക്കളെ ഈ നിമിഷം തന്നെ നീ തകർത്തെറിയണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. കർത്താവേ, ഇന്ന് നീ അവരെ നേരിടണമേ. കർത്താവേ, രാവും പകലും നിന്റെ സന്നദ്ധിയിൽ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ, ഇവരുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന്മേൽ ഇപ്പോൾ തന്നെ നീ ഇടപെട്ട് സകല ശത്രുക്കളെയും നീ ചിതറിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ ഞങ്ങളുടെ ശത്രുക്കളെ നീ ഇടയാക്കണമേ. കർത്താവേ, അവരിൽ ഭയം നിറച്ച് നീ അവരെ ഞങ്ങളിൽ നിന്ന് ദൂരെ ആട്ടിപ്പായിക്കണമേ. നിന്റെ മക്കളെ നീ കാത്തുകൊള്ളണമേ. കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി നീ വാദിക്കണമേ. ഈ രാത്രിയിൽ സ്വസ്ഥതയും സമാധാനവും കൊടുത്ത് അവരുടെ ഹൃദയത്തിൻ്റെ വേദനകളെ മാറ്റി ഇപ്പോൾ തന്നെ അവരുടെ രക്ഷയ്ക്കായി ഇപ്പോൾ തന്നെ നീ നിൽക്കണമേ. കർത്താവേ, നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ സകലതും ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 24:1 മുതലുള്ള വാക്യങ്ങൾ. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനമുറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത്. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? പ്രബലനും ശക്തനുമായ കർത്താവ്, യുദ്ധവീരനായ കർത്താവ് തന്നെ. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ. അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ കണ്ണുനീരോട് കൂടി പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് നീ കരുണ ചൊരിയണമേ. കർത്താവേ, ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കാരണം അബദ്ധങ്ങൾ പറ്റി, തെറ്റുകൾ പറ്റി, കുറവുകളോടുകൂടി, എന്നാൽ ഇനി തിരുത്താൻ കഴിയാത്ത അത്രമാത്രം തെറ്റുകൾ വീണ്ടും 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 ചെയ്തു കൂട്ടി ഇനി പരിഹാരമില്ല എന്ന ഇവരുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവേ അങ്ങയുടേതാണ് എന്ന തിരുവചനം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. കർത്താവേ, സമുദ്രങ്ങൾക്ക് മുകളിൽ ഭൂമിയുടെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്ന് തന്നെ. എന്നാൽ ഇന്ന് ഈ ഭൂമി സംബന്ധമായ തർക്കങ്ങളും കലഹങ്ങളും ചതിവും വഞ്ചനയും ഇതിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഇന്ന് നീ ഇടപെടണമേ. നിന്റെ മക്കളെ, നിസ്സഹായരായ നിന്റെ മക്കൾക്ക് അബദ്ധങ്ങൾ പറ്റി കർത്താവെ, വാക്കുകൾ പിഴച്ചു, തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടി വന്നു. ദൈവമേ, പറഞ്ഞ വാക്കുകൾ പിഴച്ചുപോയി, തെറ്റുപറ്റിപ്പോയി. അതിൻ്റെ കാരണം ഒത്തിരി 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 നഷ്ടങ്ങൾക്ക് സംഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ വാക്കുകൾ, പറഞ്ഞ വാക്കുകൾ പിഴച്ചുപോയി. എന്നാൽ കർത്താവേ, ഞങ്ങളുടെ എതിരെയുള്ള ശത്രുക്കളെ, അവരുടെ ശക്തി നീ കാണണമേ. കർത്താവേ, ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങൾ ഒറ്റയ്ക്കാണ്. ആരുമില്ലാത്ത ഈ അവസ്ഥയിൽ ഞങ്ങളുടെ ശത്രുവിൻ്റെ ബലം നീ കാണണമേ. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, നിന്റെ മക്കൾക്കെതിരെയുള്ള ശത്രുക്കളുടെ ബലം നീ തകർത്തെറിയണമേ. നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ കർത്താവേ, നിന്റെ മക്കൾക്കെതിരെയുള്ള സകല ശത്രുക്കളുടെയും ശക്തി നീ ചോർത്തിക്കളഞ്ഞ് നിന്റെ മക്കൾക്ക് ഇന്ന് നീ ബലമായി, ശക്തിയായി, സന്തോഷമായി, സമാധാനമായി ഇന്ന് നീ ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴണമേ. കർത്താവായ ദൈവമേ, നീ ഞങ്ങളുടെ എല്ലാ അബദ്ധങ്ങളെയും ദൗർഭാഗ്യങ്ങളെയും, ഞങ്ങൾക്ക് പറ്റിയ എല്ലാ പിഴവുകളെയും, വാക്കിൻ്റെ പിഴവുകളെ, തെറ്റുകളെ, തീരുമാനങ്ങളുടെ പിഴവുകളെ, അബദ്ധങ്ങളെ, ദൗർഭാഗ്യങ്ങളെ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നിനക്കെല്ലാം പുനഃസ്ഥാപിക്കാൻ സാധിക്കും. എന്തെന്നാൽ നീ ആദിയും അന്തവുമാണ്, നീ ജീവനും പുനരുദ്ധാനവുമാണ്. കർത്താവേ, മരിച്ച്
മൂന്നാം ദിവസം നീ ഉത്ഥാനം ചെയ്ത് നിത്യജീവന് ഞങ്ങളെ കൂടി അർഹരാക്കാൻ നീ മരണത്തെ കീഴടക്കിയവനാണ്. കർത്താവേ, ലോകത്തെയും അതിൻ്റെ സകല ശക്തികളെയും കീഴടക്കിയ, മരണത്തിലൂടെ കീഴടക്കി മരണത്തെ പോലും വിജയിച്ച കർത്താവേ, ഞങ്ങൾക്ക് പറ്റിയ ഈ ചെറിയ അബദ്ധങ്ങളെ, അമളികളെ, തെറ്റുകളെ, തിരുത്താൻ പറ്റാത്ത തെറ്റുകളെ, അതുമൂലമുണ്ടായ നഷ്ടങ്ങളെ എല്ലാം ഈ രാത്രിയിൽ നീ ഏറ്റെടുത്ത് കർത്താവേ, ഞങ്ങൾക്ക് ഒരു പുതിയ ജീവിതം വീണ്ടും നൽകണമേ. തെറ്റുകളെയെല്ലാം, പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരകനായ ഈശോയെ, ഇന്ന് രാത്രിയിൽ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ തെറ്റിപ്പോയ വാക്കുകളെ, അബദ്ധം പറ്റിപ്പോയ പ്രവർത്തനങ്ങളെ, ഇവയെല്ലാം ശരിയാക്കുവാൻ നിന്നിൽ പൂർണ്ണമായും ഞങ്ങൾ ആശ്രയിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഭൂമിയും അതിലുള്ള സകലതും അങ്ങയുടേതാണ്. ഞങ്ങൾ നേരിടുന്ന ഈ വസ്തുപ്രശ്നങ്ങൾ നീ കാണുന്നുണ്ടല്ലോ കർത്താവേ. ഞങ്ങൾ ബലഹീനരും ചെറിയവരും നിസ്സഹായരുമാണ്. എന്നാൽ നിന്റെ കരങ്ങൾ ശക്തവും അത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതുമാണ്. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി നീ യുദ്ധം ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി നീ പൊരുതണമേ. നിന്റെ മക്കളായ ഞങ്ങൾക്ക് നേരെയുള്ള എല്ലാ കാപട്യങ്ങളെയും തിന്മകളെയും വെളിച്ചത്തിലാക്കി തകർത്തെറിയണമേ. കർത്താവേ, നിന്റെ സത്യം ഞങ്ങൾക്കെതിരെയുള്ള കാപട്യങ്ങളെ തകർത്തെറിഞ്ഞ് നിന്റെ സത്യത്തിൽ എല്ലാവരും വിശ്വസിക്കുന്നതിനും നിലകൊള്ളുന്നതിനും ഞങ്ങൾക്ക് സഹായം തരണമേ. ദൈവമേ, ഇന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെയും പ്രാപിക്കാൻ ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് നീ ഞങ്ങൾക്ക് നൽകിയ ഭൂമിയുടെ അതിരുകളെ നീ സംരക്ഷിക്കണമേ. അതിന്മേലുള്ള സകല അന്ധകാര ശക്തികളെയും കർത്താവേ, നിന്റെ പ്രകാശം ഉദിപ്പിച്ച് അവിടെ എല്ലാം സമാധാനം പുനഃസ്ഥാപിക്കണമേ. നീ ഞങ്ങൾക്ക് നൽകിയ ഭൂമിയിൽ നിന്റെ സമാധാനം പുനഃസ്ഥാപിക്കണമേ. സകല ശത്രുവിൻ്റെയും ദുഷ്ടാത്മാക്കളുടെയും പ്രവർത്തനങ്ങളെ ആ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി ആട്ടിപ്പായിച്ച് ആ ഭൂമി നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് ദൈവിക സൈന്യങ്ങൾ അതിന് ചുറ്റും പാളയമടിച്ച് കർത്താവേ, അതിൻ്റെ അതിരുകളിൽ സമാധാനം പുനഃസ്ഥാപിക്കണമേ. ഞങ്ങൾക്ക് നീ നൽകിയ ഭൂമിയെ ഇന്നിപ്പോൾ തന്നെ നിന്റെ തിരുരക്തമൊഴുക്കി കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ആ ഭൂമി ഗ്രഹിക്കുന്നത് പോലെ ഉപയോഗിക്കപ്പെടുത്തുവാൻ, നീ ആഗ്രഹിക്കുന്നത് പോലെ ഫലഭൂയിഷ്ടമുള്ളതാക്കുവാൻ, നിന്റെ നാമത്തിൻ്റെ മഹത്വം അവിടെ എന്നേക്ക് നിലനിൽക്കുന്നതിന് ആ ഭൂമി കർത്താവേ, നീ ഞങ്ങൾക്ക് നൽകിയ ഭൂമി അത് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനും അത് കൈവശപ്പെടുത്തി അനുഭവിക്കുന്നതിനും നീ ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെതിരെ തിരിക്കുന്ന എല്ലാ ആയുധങ്ങളെയും ഈ രാത്രിയിൽ നീ തകർത്ത് കളയണമേ. ദൈവമേ, നീ പോകുന്നിടത്തെല്ലാം കർത്താവ് നിന്റെ കൂടെയുണ്ടാകും, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് അരുളി ചെയ്ത കർത്താവേ, ഈ രാത്രിയിൽ പാവങ്ങളുടെ ദൈവമായ നീ അവർക്ക് വേണ്ടി നിലകൊള്ളണമേ. ഇപ്പോൾ തന്നെ നിന്റെ ശക്തമായ നാമത്തിൻ്റെ മഹത്വം അവരിൽ കാണിച്ചു കൊടുക്കണമേ. ശത്രുക്കൾ ഭയപ്പെടാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിൽ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി നീ നിൽക്കണമേ. നീ അവരെ സഹായിക്കണമേ. അവർക്ക് പറ്റിപ്പോയ അബദ്ധങ്ങളെ, തെറ്റുകളെ, പിഴവുകളെ കർത്താവെ അവരുടെ നന്മയ്ക്കാക്കി തന്നെ നീ മാറ്റണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സ്ഥലക്കച്ചവടവുമായുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഇതോടെ മാറിപ്പോകട്ടെ. കർത്താവെ, വിൽക്കാൻ ആഗ്രഹിച്ചിട്ടും അത് നടക്കാത്ത എല്ലാ തടസ്സങ്ങളെയും യേശു നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. ദൈവമേ, നിന്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ നീ എഴുന്നേൽക്കണമേ. നീതി പ്രവർത്തിക്കാൻ നീ ഞങ്ങളുടെ അടുത്തേക്ക് വരണമേ. ഞങ്ങൾക്കെതിരെയുള്ള സകല അനീതിയും അശുദ്ധിയും വിട്ടുപോകട്ടെ. യേശുവേ, നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിൽ കലഹപ്രിയരായ മക്കളെ എന്നേക്കുമായി ഞങ്ങളിൽ നിന്ന് ദൂരെ അകറ്റണമേ. കർത്താവേ, നിന്റെ സമാധാനം പുനഃസ്ഥാപിക്കണമേ. നീ ഞങ്ങൾക്ക് നൽകിയ ഭവനത്തിൽ, ഭൂമിയിൽ
എല്ലാം നിന്റെ സമാധാനം വീണ്ടും പുനഃസ്ഥാപിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്റെ സമാധാനം പുനഃസ്ഥാപിക്കണമേ. ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെയും കുടുംബത്തിൻ്റെയും ആവശ്യങ്ങളെ ഇന്ന് പൂർണ്ണമായി നിന്നിൽ ഞാൻ സമർപ്പിക്കുന്നു. നിനക്കെല്ലാം സാധിക്കും, ദൈവത്തിനെല്ലാം സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ അബദ്ധങ്ങളെപ്പോലും, ഞങ്ങളുടെ അറിവില്ലായ്മയെപ്പോലും, ഞങ്ങളുടെ കുറവുകളെപ്പോലും ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി ഞങ്ങളുടെ മഹത്വത്തിന് കാരണമാക്കി മാറ്റാൻ കഴിയുന്ന ശക്തനായ ദൈവമേ, നിന്റെ കരത്തിൻ കീഴിലാണ് ഞങ്ങളിപ്പോൾ സംരക്ഷിതരായിരിക്കുന്നത്. നിന്റെ കരത്തിൻ കീഴിൽ ഞങ്ങളെപ്പോഴും ആകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. ഈ രാത്രിയിൽ നിന്നിൽ പൂർണ്ണമായി ഞാൻ ആശ്രയിക്കുന്നു. ഞങ്ങൾക്കാവശ്യം നിന്നെയാണ്. കർത്താവായ യേശുവേ, അനേകം പ്രശ്നങ്ങളാൽ കടന്നു പോകുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രിയിൽ നീ ഒരു വലിയ ഇടപെടൽ ഉണ്ടാകണമേ. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് നീ ഇവരിൽ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭൂമി പ്രശ്നങ്ങളുമായ സകല പ്രശ്നങ്ങളും, ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും യേശുനാമത്തിൽ ഇതോടെ വിട്ടുപോകട്ടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് ഷെയർ ചെയ്യുകയും ചെയ്ത് ഈ പ്രാർത്ഥനയെ, അഭിഷേക പ്രാർത്ഥനയെ പിന്താങ്ങുന്ന സകലരിലേക്കും കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും നീ പ്രവർത്തിക്കണമേ. നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളെ, കുറവുകളെ, പാപത്തെ, തെറ്റുകളെ, അബദ്ധങ്ങളെ, ദൗർഭാഗ്യങ്ങളെ എല്ലാം നീ ക്ഷമിക്കണമേ. ഒരു പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ മാറ്റണമേ. ആഴത്തിലുള്ള ദൈവവിശ്വാസം കൊണ്ട് ഞങ്ങളുടെ ബലഹീനതയെ നീ മാറ്റണമേ, ശക്തിപ്പെടുത്തണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, നിന്നെ വിളിച്ചാരാധിക്കുന്നവർക്ക് ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. അതിനാൽ ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ വിശ്വസിക്കുന്നു. നിന്നെ ഞങ്ങൾ വിളിച്ചാരാധിക്കുന്നു. ഞങ്ങളുമായി തർക്കത്തിന് വരുന്ന സകലരെയും യേശുവേ എന്നേക്കുമായി നീ ദൂരെ അകറ്റണമേ. കർത്താവേ, ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ ഭയപ്പെടുവാൻ തക്കവണ്ണം നീ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ. നീ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമേ, ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ. നിന്റെ വിജയത്തിൻ്റെ കരം ഈ ലോകം മുഴുവൻ കാണുന്നതിനും നിന്റെ നാമം സർവ്വരും മഹത്വപ്പെടുത്തുന്നതിന് ഈ പ്രാർത്ഥനയിലൂടെ ഇപ്പോൾ തന്നെ നീ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ ദൈവമേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതി, സ്തോത്രം, ആരാധന അർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജൂലി എന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്യാൻസർ ബാധിച്ച ഈ മകൾക്ക് പരിപൂർണ സൗഖ്യം നീ നൽകി ഇവരെ ആശ്വസിപ്പിക്കണമേ. നിനക്ക് സാധിക്കാത്തതൊന്നുമില്ല കർത്താവെ. എല്ലാ രോഗികളുടെ മേലും ഇപ്പോൾ നീ കരം വെച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഭാരപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മേൽ നീ ഇന്ന് കരങ്ങൾ വെച്ച് ഇവർക്ക് അനുകൂലമാക്കി ഇവരെ അനുഗ്രഹിക്കത്തക്കവണ്ണം എല്ലാ കാര്യങ്ങളും നീ ക്രമീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് നാഥ, അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ നീ ഇടപെടുന്നതിനെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ മക്കളുടെ കണ്ണുനീർ നീ ഒപ്പി ഹൃദയത്തിൽ ധൈര്യവും ശക്തിയും പകർന്നു കൊടുത്ത് സകല ഭയങ്ങളിൽ നിന്നും നിരാശയിൽ നിന്നും ഇവർക്ക് പരിപൂർണ മോചനം നൽകി ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവേ, അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല വേദനയിൽ നിന്നും, ഭയത്തിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും നിന്നെ ആശ്വസിപ്പിക്കട്ടെ. നിന്റെ സകല അബദ്ധങ്ങളെയും നിനക്കനുകൂലമാക്കി കർത്താവ് മാറ്റാൻ ഈ രാത്രിയിൽ അവിടുന്ന് നിന്നിൽ പ്രവർത്തിക്കട്ടെ. ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിന്നെ ആശീർവദിക്കട്ടെ. നാളത്തെ പ്രഭാതം കാണാൻ, നാളത്തെ ദിവസം ദൈവമഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ ഒരു ദിവസം കൂടി ആയുസ്സും ആരോഗ്യവും നൽകി നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങളുടെ വസ്തുവകകൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കട്ടെ. ഇന്നും എന്നേക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.